അവർ പറയുന്ന വർത്തമാനം വേറെയാണെന്നും പ്രവൃത്തിയും വേറെയാണ്. കസബ എന്നൊരു പടം ഉണ്ടായിരുന്നല്ലോ. അതിലെ പോലീസ് ഓഫീസറായ സ്ത്രീ എന്തോ അനാവശ്യം പറഞ്ഞപ്പോൾ മമ്മൂട്ടി അവരുടെ ബെൽറ്റിൽ കുത്തിപ്പിടിക്കുന്ന ഒരു ഷോട്ടുണ്ട്. പക്ഷെ അത് സ്ക്രീനിൽ നമുക്ക് കാണാൻ കഴിയില്ല. എങ്കിലും കുത്തിപ്പിടിച്ചു എന്ന് നമുക്ക് മനസ്സിലാകും. കാരണം അവരെ ഇങ്ങനെ മമ്മൂട്ടി വിറപ്പിക്കുന്നുണ്ട്. അതിനുവേണ്ടി മമ്മൂട്ടി എന്തെല്ലാം തെറി വിളിച്ചു എന്ന് നിങ്ങൾ അന്വേഷിച്ച് നോക്കിയേ. ഈ സംഘമാണ്, അതായത് ഗീതു മോഹൻദാസ് അടക്കമുള്ള ഈ ടീം, അതുകൊണ്ടാണ് മഞ്ജു വാര്യർ ഈ സംഘടന വിട്ടത്. വ്യത്യസ്തത നടത്തുന്ന ഒരു കാര്യത്തിലും ഞാനില്ല എന്ന് പറഞ്ഞാണ് അവർ പറഞ്ഞത്. അതിനെല്ലാം ബാക്കി കന്നഡക്കാർ പിന്തുണ നൽകി. ഏതോ ഒരാൾ മാത്രം അതിന് പിന്നീട് രാജിവെച്ചു. ബാക്കിയുള്ളവരൊക്കെ പിന്തുണ കൊടുത്തവരാണ്. നീ മലയാളത്തിൽ എടുത്തില്ലല്ലോ, നീ പോയി കന്നഡയിലല്ലേ എടുത്തത്, അതൊരു ഇരട്ടത്താപ്പല്ലേ. അപ്പോൾ ടോക്സിക് എന്നത് ഒരു കുന്തമാണെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കുന്നത് കണ്ടല്ലോ. കേരളം വിട്ടാൽ ഇവരൊക്കെ എന്താണ് കാണിക്കുന്നത് എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ. അത് മതി, അത്രേ ഉള്ളൂ ആ സംഘടനയെക്കുറിച്ച് പറയാൻ. അത്ര വിശ്വാസ്യത മാത്രമേ ആ സംഘടനയ്ക്കുള്ളൂ. പിന്നെ നമ്മുടെ പാവം മുഖ്യമന്ത്രി ഇതുപോലത്തെ തലയിൽ കണ്ണട വെച്ച 5-6 ചെന്നപ്പോൾ എന്താ പറയുക, വാചകവും പ്രവൃത്തിയുമെല്ലാം യാതൊരു ബന്ധമില്ലാത്ത ഓരോന്നായി പറയുന്നത് കേട്ടതുകൊണ്ടാണ് ഈ കാണിക്കുന്ന നമ്പർ മുഴുവൻ. നിങ്ങൾ ഒരു കമ്മിറ്റി ഉണ്ടാക്കി തരാം, ഹേമ കമ്മിറ്റി. 1,81,00,000 രൂപയാണ് ചിലവാക്കിയത്. എന്തിനാണ് ഇത്രയും പൈസ മുടക്കിയത്, അതും ഈ കൂട്ടങ്ങൾക്ക് വേണ്ടി. ഹേമ കമ്മിറ്റി വന്നാൽ മലയാള സിനിമയ്ക്ക് പൂത്തലയും എന്നാണ് പറഞ്ഞത്. തമിഴിൽ പാർത്ഥിവൻ, സൂര്യ, കാർത്തി അങ്ങനെയുള്ള ആളുകൾ പണമൊന്നും വിട്ട് പോകുന്നില്ല. എനിക്കും ഒട്ടും താല്പര്യമില്ലാത്ത ആളാണ് വിജയ്. എൻ്റെ മകനൊക്കെ അന്തം വിട്ടു നിൽക്കുന്ന ഒരു ആരാധകനാണ് വിജയുടെ. അയാളുടെ ലിപ്പ് അനങ്ങാത്തതാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. വിജയുടെ പഴയ പടങ്ങളൊക്കെ കാണാറുണ്ട്. പക്ഷേ ഈ തീരെ താല്പര്യമില്ല ഇപ്പോൾ. ഒരേ പാട്ടിലുള്ള സിനിമകളാണ് ചെയ്യുന്നത്. രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് കണ്ടുകൊണ്ടിരിക്കാം. അയാളോട് വെറുപ്പാണെങ്കിലും അല്ല എന്ന് ഞാൻ പറയുന്നില്ല. എംജിആർ ഒക്കെ ചെയ്യുന്നത് കണ്ട് ചെയ്തു നോക്കിയതാ. ആന ചെയ്യുന്നത് കണ്ടിട്ട് ആട് ചെയ്യാതിരിക്കുക നല്ലത്. അയാളൊന്നും രാഷ്ട്രീയത്തിൽ ശോഭിക്കുന്നില്ലെന്ന് ഇന്ന് തോന്നുന്നു.